السلام عليكم ورحمة الله وبركاته. أتليك فوقيا. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ഈ പരിശുദ്ധ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന് മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാകുന്നതും അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നു, അവർ ചിന്തിക്കുവാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണല്ലോ ഇത്, അല്ലെ? ഈ പരിശുദ്ധ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന് മേലെയാണ് അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു എന്നാ പറഞ്ഞല്ലേ. സുബ്ഹാനല്ലാഹ്. ഇത് എന്തിനാ അള്ളാഹു തആല ഈ ഉദാഹരണങ്ങൾ ഓരോന്നും നമുക്ക് വിവരിച്ചു തരുന്നത്? ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ ഇന്ന് 28ാം ജുസിലൂടെ ഒന്നിങ്ങനെ യാത്ര പോകാം, പറ്റുന്ന പോലെ ചിന്തിക്കാം, മനസ്സിലാക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പറയുന്ന വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഖുർആനികമായിട്ടുള്ള പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ അവസരം തരാം, ഇൻഷാ അല്ലാഹ്. ഒരു ക്ലാസ് എന്നതിലൂടെ ഉപരി ഒരു ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല സത്യത്തില്. അതായത് ഒരു ഖുർആനിലെ വചനങ്ങളിലൂടെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം, ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മള് എല്ലാ നിലക്കും പരിശുദ്ധ റമളാനിലെ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹത്താല് റമളാൻ നമുക്ക് കിട്ടിയല്ലേ, റമളാൻ എത്തി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര റബ്ബിനെ നമ്മൾ സ്തുതിച്ചാലും മതിയാവില്ല. അള്ളാഹുവിന് എത്ര നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ശുക്ർ അധികരിപ്പിക്കുക, കർമ്മങ്ങളിലൂടെയും ഏതെല്ലാം രൂപത്തിൽ നമുക്ക് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മൾ ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാ. കാരണം അത്രയും വലിയൊരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെ? പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ് ഇന്ന്. സുബ്ഹാനല്ലാഹ്. സാധാരണ മാസങ്ങളിൽ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു ശ്രേഷ്ഠതയും പ്രത്യേകതയുണ്ട്, അല്ലെ? അപ്പൊ അത് പരിശുദ്ധ റമളാനിലും കൂടി ആകുമ്പോൾ അതിനൊന്നുകൂടി ശ്രേഷ്ഠതയുണ്ട്. അപ്പോ ആ ഒരു ദിവസത്തിന്റെ മഹത്വവും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ അധികരിപ്പിക്കുക, ദുആകൾ അധികരിപ്പിക്കുക, പ്രാർത്ഥനകൾക്ക് എന്താ പറയാ, ഒരു പരിധിയില്ലാതെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിക്കുന്നത് കൂടുതലും ദുനിയവിയായ ചോദ്യങ്ങൾ മാത്രമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തത്തെ മറക്കാതിരിക്കുക. റഹ്മാനായ റബ്ബിനോട് മാത്രം ചോദിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും എല്ലാം റബ്ബ് സ്വീകരിക്കുന്ന അമലുകളാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പം പിന്നെ പരിശുദ്ധ ഖുർആൻ, അല്ലെ? ഖുർആനിന്റെ പാരായണം, പഠനം, അതിന്റെ ആശയം മനസ്സിലാക്കൽ എല്ലാത്തിനും പ്രതിഫലം തന്നെയാണ്, അല്ലെ? ഖുർആനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടോ അതിനെല്ലാം പ്രതിഫലം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നല്ല നിയത്തോടു കൂടി ഇരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ മനസ്സിലുള്ള നിയത്ത് എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നൗഷീൻത ഈ സ്റ്റിക്കർ അധികമായിട്ട് ഇങ്ങനെ ഇടണ്ട കേട്ടോ. പിന്നെ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോ എന്താ പറയാ, ഈ റമളാനിന്റെ രാവും പകലുകളും എല്ലാം ഈ ഒരു സൂറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 1-2 ചെറിയൊരു ഉപദേശങ്ങള് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും പറയാം. പിന്നെ നമ്മള് ഏറ്റവും നോമ്പുകാരിൽ ഏറ്റവും ബെസ്റ്റ് ആരാന്ന് ചോദിക്കുമ്പോ അത് പറഞ്ഞെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദിക്ർ. ഏതൊരു സൽക്കർമ്മവും അള്ളാഹുവിന്റെ ദിക്റോട് കൂടി, അള്ളാഹിന്റെ സ്മരണയോടുകൂടി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര പ്രതിഫലം, അല്ലെ? ആ ഒരു കർമ്മം അത്രയും അതിശ്രേഷ്ഠമാകുന്നത് എങ്ങനെയാണ്?
ആ ഒരു പിന്നെ സൽക്കർമ്മം. ഒരു മിനിറ്റ്, ഭയങ്കരമായിട്ട് ഇതാര ജമീല വിപിന്റെ ഫോണെന്ന് ആരോ കളിക്കുന്നുണ്ട് തോന്നുന്നു കുട്ടികളാച്ചോ. ഈ സ്റ്റിക്കർ വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റഷീദത്ത? നസീറാനോട് ഓഫാക്കാൻ പറയണം ഹസി, ഞാൻ പറയാം. നസീർ ഉണ്ടല്ലോ. ഹസി പറഞ്ഞോളൂ, ഞാൻ നസീറയോട് പറയാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ ഖുർആൻ, നമ്മൾ ഏതൊരു സൽക്കർമ്മോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ധാരാളമായി തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും അധികരിപ്പിക്കുന്നതോടൊപ്പം പറ്റുന്ന സമയങ്ങളിലൊക്കെ, ഇപ്പൊ അടുക്കളയിലൊക്കെ പണി, എന്തായാലും സ്ത്രീകൾക്ക് അടുക്കളയിൽ കുറച്ച് സമയം എന്തായാലും പണിയെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലെ. അപ്പോൾ വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് തന്നെ ദിക്റുകൾ ചെയ്യുന്നത് കൂടെ, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറയുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ സൂറത്തുകൾ അറിയാലോ, അമ്മ ജുസയിലെ ചെറിയ സൂറത്തുകൾ നമുക്കറിയാലോ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെ, പാരായണത്തിന് തന്നെ ഭയങ്കര പ്രതിഫലം പറയുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കാന്നറിയോ, കഴിയുന്നത്ര ഇടയ്ക്കിടയ്ക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കുറച്ച് തവണ ആവർത്തിച്ച് ഓതുക. കാരണം ഖുർആനിന്റെ 1/3 തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ അത് നമ്മുടെ നാവിലൂടെ അതിന്റെ അർത്ഥവും ആശയവും ഓർത്തുകൊണ്ട് തന്നെ നമ്മളിൽ ഇടയ്ക്കിടയ്ക്ക് ദിക്റുകൾ ചെയ്യുന്നതിന്റെ ഇടയിലൂടെ ഈ സൂറത്തുകൾ ഇഖ്ലാസും ഫലക്കും നാസും ഒക്കെ ഓതാം. സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം പിന്നെ പറ്റുന്നത്ര അധികരിപ്പിക്കുക. കാരണം അത് ഖുർആനാണ്, ഖുർആനിന്റെ പാരായണമാണ്, അള്ളാഹുവിന്റെ ദിക്റാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ പിന്നെ പ്രസ്താവിക്കുന്ന തൗഹീദിന്റെ പിന്നെ ഇതുള്ള സൂറത്താണ്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അപ്പം അത് നമ്മൾ തീർച്ചയായും നമുക്ക് അതിന്റെ പ്രതിഫലം പ്രത്യേകമായി തന്നെ നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സൂറത്തുകളൊക്കെ അങ്ങനെ ഓതാം. അതല്ലാതെ ഈ സൂറത്തുകൾ പ്രത്യേകിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ദിക്റുകളും ദുആകളും ഇസ്തിഗ്ഫാറുകളും എല്ലാം പിന്നെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ വിലപ്പെട്ട സമയമാണ്, പാഴാക്കാതിരിക്കുക. എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടുവരാം അല്ലെ. ഒരു പിന്നെ എന്താ പറയാ, സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിയുന്നുണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളെ അമലുകൾ നമുക്കൊരു നഷ്ടം തോന്നൂല. നമ്മൾ ചെയ്ത അമലുകൾക്ക് നമുക്കൊരു നഷ്ടം തോന്നൂല. ഇപ്പൊ തന്നെ ഈ ഒരു ക്ലാസ് കാര്യങ്ങൾ ഒരുപാട് രാവിലെ ഒന്നുണ്ട്, ഇപ്പൊ ഒന്നുണ്ട്, ചിലപ്പോൾ ഉച്ചയ്ക്കും ഉണ്ട്, വേറെ വേറെ സെഷനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കിച്ചണിലാണെങ്കിൽ അത് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളെ പണിയും ചെയ്യാം, ക്ലാസ് കേൾക്കാം, കൂടെ ദിക്റും ചെയ്യാം അല്ലേ. ദിക്ർ ചെല്ലുന്നതിന് പ്രത്യേകിച്ച് അവിടെ വേറെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ത്, ദിക്ർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എന്താക്കാം, ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലെ. ഇങ്ങനെ ഒരു സദസ്സ് ഇരിക്കാനും കേൾക്കാനും പറ്റിയതിൽ തന്നെ റബ്ബിനെ എന്താക്കാം, നമുക്ക് ഒരുപാട് സ്തുതിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്തെ നമ്മൾ പാഴാക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. നാവിലൂടെ ഉരുവിടുന്നില്ലെങ്കിൽ നമ്മളെ ഖൽബിൽ ആ ഒരു ദിക്ർ ഉണ്ടാവണം. ഇനി പിന്നെ ഖൽബിൽ ഇല്ലാതെ ഉരുവിടലാണെങ്കിലും അതിന് പ്രതിഫലം ഉണ്ടെങ്കിലും നമ്മളെ ഖൽബ്, ഹൃദയം റബ്ബുമായി തന്നെ കണക്ഷൻ ആക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം 28ാമത്തെ ജുസിലെ 1ാമത്തെ സൂറ വരുന്നത് സൂറത്തുൽ മുജാദിലയാണ്. സൂറത്തുൽ മുജാദിലക്ക് സൂറത്തുൽ മുജാദില എന്നും പേരുണ്ട്, അതുപോലെ ഖദ് സമീഅ എന്നും പേരുണ്ട്. ഖദ് സമീഅ എന്നും പേരുണ്ട്. ഈ ഒരു അധ്യായം പിന്നെ അവതരിപ്പിക്കാനുണ്ടായ ഒരു ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ സൂറത്തിന്റെ പേര് മുജാദില എന്നുള്ള ഇതിന്റെ വരുന്നത് എന്താന്ന് വെച്ചാല്, ലിഹാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അല്ലെ. ലിഹാർ അതായത് പിന്നെ വിവാഹബന്ധം നിഷിദ്ധമായ ഏതെങ്കിലും സ്ത്രീക്ക് സമാനമാണ് തന്റെ ഭാര്യ എന്നൊരാൾ പറയുന്നതിനാണ് ലിഹാർ എന്ന് പറയുക. അതായത് നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ആ ഇത് റിഹാർ എന്നാ പറയാ. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം അത് പിന്നെ വിലക്കിയിട്ടുമുണ്ട്. പിന്നെ അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് പിന്നെ റിഹാർ ചെയ്തു. ആ റിഹാർ ചെയ്ത ഭർത്താവിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിച്ച ഒരു സഹാബ വനിത,
അവരുടെ ചരിത്രമാണ് ഈ സൂറത്തിന്റെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തർക്കിക്കുക ചെയ്തത് ഈ ഒരു വിഷയത്തിൽ. ആ ജിദാൽ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം, തർക്കം എന്ന അർത്ഥം വരുന്ന ആ വാക്കിൽ നിന്നാണ് മുജാദല എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ആ മുജാദില എന്നുള്ള പേര്, ഈ പേര് തർക്കിക്കുന്നവൾ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അങ്ങനെ ഒരു പേര് മുജാദില. പിന്നെ പദസമയ എന്ന് പറഞ്ഞാല് പിന്നെ തീർച്ചയായും കേട്ടു എന്നുള്ളതാണ്. അതായത് ഇവരത് അള്ളാഹു കേട്ടു എന്നുള്ളത്. ഈ സൂറത്ത് തുടങ്ങുന്നത് ആ വാക്കുകൊണ്ടാണ് അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു പേര് നൽകപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു സൂറത്ത് ഇറങ്ങാനുള്ള ലക്ഷ്യങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമായ ലിഹാർ, ആ ഒരു സമ്പ്രദായം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് അവതരിപ്പിക്കുന്നതോടുകൂടി അത് നിഷിദ്ധമാക്കി. കൂടെ എന്തെങ്കിലും ഇത്തരത്തിൽ ഇത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പശ്ചാത്താപം അല്ലെ, പശ്ചാത്താപം നൽകണം എന്നുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയും. പിന്നെ വരുന്ന ഈ സൂറത്തിലെ മറ്റു വിഷയങ്ങൾ എന്ന് പറഞ്ഞാല്, കപടന്മാരായ മുനാഫിക്കുകളുടെ ചില വഴികേടുകൾ വിവരിക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട് രഹസ്യ സംഭാഷണം നടത്തുന്ന എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് വന്നിട്ട് വേറെ രീതിയിൽ പറയാ, അങ്ങനെയുള്ള യഹൂദരോട് ആത്മബന്ധം പുലർത്തുന്ന അങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ, അവരുടെ ചില കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഈ സൂറത്തിലൂടെ തുറന്നു കാണിച്ചു തരുന്നുണ്ട്. പിന്നെ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഒക്കെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്താണ്, ഇഷ്ടം എന്താണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അകൽച്ച എന്താണ്, വെറുപ്പ് എന്താണ്, ഇതൊക്കെ ഈ ഒരു സൂറത്തിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തുകളിലൂടെ പോകുമ്പോൾ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ അള്ളാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാളുടെ മതത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണെന്ത്, അള്ളാഹുവിന്റെ ശത്രുക്കളോട് അവൻ ശത്രുത പുലർത്തുക എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഹൃദയത്തിലൊരു വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതും. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. എന്താ അല്ലാഹു തആല പറയുന്നതെന്നറിയോ? തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കുകയും അള്ളാഹുവിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട്. അത് സമിഅ കേട്ടു. അള്ളാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. നിങ്ങൾ രണ്ടുപേരുടെ അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അതായത് കണ്ടറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ഒന്നാമത്തെ ആയത്തില് ഇത് പറയുമ്പോൾ എന്താ പറയുന്ന വെച്ചാല്, ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ, ആ ഒരു സഹാബ വനിതയാണ് തന്റെ ഭർത്താവ് ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിഹാർ ചെയ്ത വിഷയത്തിൽ ആണ് എന്താക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞത്. അതായത് അവർ പ്രായമായ ഒരു സ്ത്രീയാണ് അല്ലെ. അപ്പൊ
അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് അവർക്ക് വളരെ പ്രയാസമായി. അപ്പൊ അതിന്റെ ഒരു പരാതി എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുകയും ചെയ്തത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ രണ്ടാളും സംസാരവും ചർച്ചയൊക്കെ ഞാൻ കേട്ട് അല്ലെ, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലെ, ശരിക്കും സമീആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സമീആണ് അല്ലെ. അള്ളാഹുവിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മളെപ്പോഴും, ആ ഒരു നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അള്ളാഹു എപ്പോഴും ഏത് സമയത്ത് ആരെന്ത് പറയുന്നതും അള്ളാഹു എന്താണ്, അതെല്ലാം കേൾക്കുന്നുണ്ട്. മാത്രമല്ല ബസീറാണ് അല്ലെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്നവനാണ്. അള്ളാഹുവിന് എന്തില്ല, ഒന്നും തന്നെ അവ്യക്തമായിട്ടില്ല തന്നെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിന്റെ ബാക്കി നോക്കാം, കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല കേട്ടോ. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لغفور غفور. എന്താ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വിഹാർ നടത്തുന്നവർ, അവർ ഇവരുടെ മാതാക്കളല്ല. അതായത് ഇവരുടെ ഭാര്യമാര് മാതാക്കളല്ല, അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. തീർച്ചയായും അവർ നിഷിദ്ധമായ വാക്കും അസത്യവുമാണ് പറയുന്നത്. തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം വിട്ടുവീഴ്ച നൽകുന്നവനും ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാകുന്നു. അള്ളാഹു എന്താണ്? ആദ്യത്തെ ഇതിൽ അള്ളാഹുവിന്റെ 2 നാമങ്ങൾ പറഞ്ഞു അല്ലെ. സമീആണ്, ബസീറാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അള്ളാഹു തആല എന്താ പറയുന്നത്? അഫൂവാണ് അല്ലെ. അഫൂവാണ്, ഗഫൂറാണ്. റമളാനിലെ അവസാനത്തെ 10 ധാരാളമായി അധികരിപ്പിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണെന്ത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ അല്ലെ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിലെ എന്താണ് നബിയെ കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. അപ്പം അഫുവായ അള്ളാഹുവിനെ നമുക്ക് എപ്പോഴും അള്ളാഹുവിന്റെ അഫുവിനെ കുറിച്ച് വരണം അല്ലെ. വിട്ടുവീഴ്ച അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന, പോട്ടെ സാരില്ല എന്ന് വെക്കുന്ന അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് മനുഷ്യന്മാർക്ക് കഴിയൂല ഒരിക്കലും ആ ഒരു ക്വാളിറ്റിയിൽ എത്താൻ അല്ലെ. നമ്മള് ഒരു വട്ടം ചിലപ്പോ പോട്ടെ എന്ന് വിചാരിക്കും, 2 വട്ടം ചിലപ്പം പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ പിന്നെയും നമ്മളടുത്ത് ഒരാള് ഒരു തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലപാട് നമ്മളോട് സ്വീകരിക്കുമ്പോൾ നമുക്കത് പോട്ടെ എന്ന് വെക്കാൻ കഴിയോ? ഇല്ല. ഇനി ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറയും അല്ലെ. നമ്മള് ഇനി വിട്ടുകൊടുക്കുന്ന പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് പകരം വിട്ടാൻ പോകൂലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ അഫു നമുക്ക് ലഭിക്കണം അല്ലെ. അള്ളാഹു അഫു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു അഫുവാണ് അല്ലെ. അള്ളാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ. അപ്പൊ അള്ളാഹു തുഹിബ്ബുൽ അഫ്വാണ്, അഫു ഇഷ്ടപ്പെടുന്നവനാണ് അല്ലെ. അപ്പൊ നമ്മളും ആ ഒരു ക്വാളിറ്റി ഉള്ള ആളുകളായി മാറണം. നമ്മളെ ഭാഗത്താണ് ന്യായം അല്ലെ. എന്നാലും നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ, അപ്പൊ നമുക്ക് നമ്മളടുത്ത് എന്ത് വരും? എന്നാലും എന്നുള്ള ഈ വാക്ക് നമ്മളടുത്തേക്ക് വരും അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റമളാൻ എന്ന് പറയുമ്പോ അല്ലെ അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും എന്താ പറയാ, വിട്ടുവീഴ്ചന്റെയും എല്ലാ സബറിന്റെയും എല്ലാത്തിന്റെയും പീക്ക് ലെവലിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു മാസമാണ് റമളാൻ. നമുക്കത് ആ ഒരു ഇതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കുന്നുണ്ടോ? സ്വന്തത്തിൽ ചിന്തിക്കുക. അള്ളാഹു എത്തിച്ചു തരട്ടെ. എല്ലാവരും ഇതെന്താ? അള്ളാഹു ഗഫൂറാണ് അല്ലെ. ഗഫൂറാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്ന, പാപങ്ങൾ പൊറുക്കുന്ന അങ്ങേയറ്റത്തെ ഗഫൂറാണ്. അപ്പൊ പിന്നെ തങ്ങളെ ഭാര്യമാരെ വിഹാരം നടത്തുന്ന ആളുകൾ ഉമ്മയെ പോലെയാണെന്ന് പറയുന്ന അവര് ശരിക്കും പറയുന്നത് എന്താണ്? അത് കളവാ പറയുന്നത് അല്ലെ. അങ്ങനെ ഒരിക്കലും ആവൂല എന്നുള്ളതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. അപ്പൊ അത് പറയാൻ പാടില്ല. പക്ഷെ പിന്നെ ഇങ്ങനെ നിങ്ങൾ സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണ്? അതിന് ഒരു പ്രായശ്ചിത്തം നൽകണം. അതാണ് അല്ലാഹു തആല പിന്നെ പുറത്തു കൊടുക്കുന്നവനും പാപം പൊറുക്കുന്നവനും അല്ലെ വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണെന്ന് പറയുന്നത്. അവിടെ പിന്നെ അതിന്റെ കഫാറത്തായിട്ട് പറയുന്നത് പിന്നെ ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, പിന്നെ അടിമയെ മോചിപ്പിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ
അടിമയെ മോചിപ്പിക്കാൻ പറ്റാത്ത ആളുകള് എത്ര മിസ്കിന പറയുന്നത്, 60 മിസ്കിന് അങ്ങനെ എന്തോ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ്. അതായത് ആയത്തിലൂടെ പോകുമ്പോൾ നമുക്ക് പോകാം. വല്ലദീന, മൂന്നാമത്തെ ആയത്താണ്. വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ നടത്തുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. അപ്പം പിന്നെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടാൻ മുമ്പായിട്ട് എന്താക്കണം, ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് നിശ്ചയിച്ചതെന്ന് വെച്ചാല് ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും അല്ലെ, അങ്ങനെ ഒരു പ്രവർത്തനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും അള്ളാഹുവിന്റെ ഒരു നാമം വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ എത്ര നാമമായി? ഫസ്റ്റ് സമീർ പറഞ്ഞു, പിന്നെ ബസീർ പറഞ്ഞു, പിന്നെ അഫുവ് പറഞ്ഞു, ഗഫൂർ പറഞ്ഞു. ഇവിടെ എന്താ വരുന്നത്? തഅമലൂന ഖബീർ അല്ലെ. ഖബീറാണ് അള്ളാഹു. അള്ളാഹു എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മള് ഈ വാക്കുകളൊക്കെ, അള്ളാഹുവിന്റെ ഈ നാമങ്ങളെല്ലാം നമ്മളെ മനസ്സിലുണ്ടാകണം. ഓരോ സമയത്തും നമ്മളെ അള്ളാഹു സൂക്ഷ്മമായില്ലേ, നമ്മുടെ ഹൃദയങ്ങളിലുള്ള ചിന്തകൾ പോലും അറിയുന്നവനാണ് ആര്? റഹ്മാനായ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ആരാണ്? സമീആണ്, അലീമാണ് അല്ലെ. സമീആണ്, ബസീറാണ്, അഫുവാണ്, ഗഫൂറാണ്, ഖബീറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഫമല്ലം യജിദ്, ഇനി ആർക്കെങ്കിലും അങ്ങനെ സാധിക്കാത്ത പക്ഷം സിയാമു ഷഹ്റൈനി മുതതാബിഈനി മിൻ ഖബ്ലി അൻ യതമാസ്സാ. സുബ്ഹാനല്ലാഹ്. എന്താ പറയുന്നത്? അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി തുടർച്ചയായി 2 മാസക്കാലം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. ഇനി ഫമല്ലം യസ്തതിർ, ഇനി അവർക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ ഫഇത്ആമു 60 മിസ്കീന, 60 അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ്. ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, അത് അള്ളാഹുവിലും അവന്റെ ദൂതനിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയത്രേ. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു. വലിൽ കാഫിരീന അദാബുൻ അലീം, നിഷേധികൾക്ക് അല്ലെ, നിഷേധികൾക്ക് എന്തുണ്ട്? വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു കാത്തിരക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അള്ളാഹു ഓരോന്നിനും നിയമപരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി ലംഘിക്കുമ്പോ എന്താക്കണം? അതിന് പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അത് അള്ളാഹു ഓരോരുത്തർക്കും നിശ്ചയിക്കുന്ന ഒരു നിയമപരിധിയാണ് അല്ലെ. ഇങ്ങനെ അള്ളാഹു ഓരോ കാര്യങ്ങൾക്ക് ഓരോ നിയമം ഇത് വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു അല്ലെ, അത് നമ്മളെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കൊരു അതിർവരമ്പുകളാണ് അല്ലെ നമ്മളെ ജീവിതത്തിന്. അപ്പോ ഓരോ എന്താ പറയാ, എല്ലാത്തിലും ഒരു അള്ളാഹു തആലന്റെ ഒരു പരിധിയുണ്ട് അല്ലെ, ഹുദൂദുണ്ട് നമുക്ക്. ഇപ്പൊ റമളാൻ മാസമായാല് അതിനുണ്ട് അല്ലെ കുറെ നിയമപരിധികളുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങളിൽ അള്ളാഹു തആല പിന്നെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കൊണ്ട് ഈ ഒരു മാസക്കാലം അള്ളാഹു പരിശീലിപ്പിക്കുകയാണ്. നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയും, നിനക്ക് ഇതിനൊക്കെ സാധിക്കും അല്ലെ. രുചികരമായ ഭക്ഷണം നമ്മളെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒരു അല്ലെ, ഒരു തുള്ളി പോലും നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സാധിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരു മാസത്തെ കോഴ്സ് അള്ളാഹു തആല നമുക്ക് തരുന്നത് നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മൾ നല്ലവരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ഒരു മാസം മാത്രം നമ്മൾ നല്ലവരാകാൻ വേണ്ടിയിട്ടല്ല അല്ലെ. നമ്മുടെ മറ്റ് 11 മാസക്കാലം നമ്മൾ ഏറ്റവും നല്ലവരായി ഈ ദുനിയാവിൽ ജീവിക്കാൻ, നമ്മുടെ നാവിനെ അടക്കി നിർത്തി അല്ലെ, നമ്മുടെ ഖൽബിനെയും നമ്മുടെ ശരീരത്തെയും എല്ലാം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും എന്ന് നമ്മളെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാസമാണ്. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പരിധികൾ എന്താക്കാൻ പാടില്ല, നമ്മള് മറികടക്കാൻ പാടില്ല. ആ ഒരു വിഷയത്തില് നമ്മള് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് പറയണമെന്നുണ്ടോ? അല്ല നെക്സ്റ്റ് ആയത്തിലേക്ക് പോട്ടെ? ഈ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പിന്നെ ഹദീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ വിശദമായിട്ട് ഈ സൂറത്തുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് പറയാം. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ നിന്നുള്ള പാഠങ്ങൾ പറയാം. ഒന്നാമത്തെ ആയത്തിൽ നിന്നുള്ള പാഠം എന്താന്ന് വെച്ചാല്, അടിച്ചമർത്തപ്പെട്ട തന്റെ അടിമകളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനും അവരെ സഹായിക്കുന്നവനുമാണ് അള്ളാഹു. അവന് തന്റെ അടിമകളോടുള്ള അനുകമ്പയിൽപ്പെട്ടതാണത്. മനസ്സിലായ? ആരെയും അള്ളാഹു എന്താക്കുന്നില്ല, അവഗണിക്കൂല. അള്ളാഹു എല്ലാരെയും പരിഗണിക്കും. എല്ലാവർക്കും അള്ളാഹു നീതിയോട് കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു തീരുമാനമെടുക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് അത് ആ സമയത്ത് മനസ്സിലാവൂല, അത്രയേ ഉള്ളൂ അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെന്താ, അള്ളാഹു സമീഅാണ്, എല്ലാം കേൾക്കും. ഏത് സമയത്ത് ഏത് ആവശ്യങ്ങളും എല്ലാം കേൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് വിശ്വാസം വേണം, നമ്മളെ ഹൃദയത്തിൽ അതിനുള്ള ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ചോദിക്കുന്നതെല്ലാം അള്ളാഹ് കേൾക്കുന്നുണ്ട്, അള്ളാഹ് സ്വീകരിക്കുന്നുണ്ട്, അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ? പിന്നെന്താ, എല്ലാം റബ്ബ് എന്താണ്, കണ്ടറിയുന്നവനാണ് അല്ലെ? ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ കറുത്ത പാറന്റെ മുകളിലൂടെ നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടി പാടുകൾ വരെ അവൻ കാണുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾക്ക് ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലെ പരാതി? പറഞ്ഞോ നിങ്ങൾ റബ്ബിനോട്, നമ്മളെ റബ്ബിനോട് അല്ലെ? നമുക്ക് പറയാൻ വേറെ ആരും വേണ്ട. വേറെ ആരോട് നമ്മൾ എന്തിനാ പരാതിയും പരിഭവവും പറയുന്നേ? ഇവരുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വാക്ക് അള്ളാഹ് കേൾക്കൂലേ? നമുക്ക് എന്തെങ്കിലും പരാതിയും പരിഭവം ഉണ്ടെങ്കിൽ നമ്മളെ റബ്ബിനോട് പറയാം. ചിലപ്പോ നമ്മളായിരിക്കും പ്രശ്നക്കാര്, അത് നമുക്ക് അറിയണ്ടാവില്ല. അതും അള്ളഹാനോട് പറയണം. ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആദ്യം റബ്ബിനോട് പറയാം, റബ്ബേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്, ഞാൻ വിചാരിക്കുന്ന എന്റെ ഭാഗത്താ ശരിയെന്ന്. ഇനി എന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അത് നീ എനിക്ക് തിരിച്ചറിയാൻ അല്ലെ, അതിനൊരു തിരിച്ചറിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. എന്നിട്ട് അത് തിരുത്താനും അല്ലെ, എന്നിട്ട് നന്നാക്കി മുന്നോട്ട് പോകാനും നീ എനിക്ക് തൗഫീഖ് നൽകണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലെ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും പൊട്ടിത്തെറികളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം മിക്കവാറും എല്ലായിടത്തും ഉണ്ടാകും. ചിലര് വിചാരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിഷമം. നമ്മളിങ്ങനെ പുറമേ ഉള്ളതാ കാണുന്നേ, പുറമേ കാറിൽ എല്ലാവരും നല്ല ശൃംഗരിച്ച് പോകുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ അവർക്കൊക്കെ എന്തൊരു സുഖം അല്ലേ, നല്ല ഭാര്യ ഭർത്താക്കന്മാര്, നമ്മളെപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എന്ന് ഓരോരുത്തരും വിചാരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാ എല്ലാരും വീട്ടിലും എന്തുണ്ടാവും, ഓരോരോ അവരുടേതായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ജീവിതം അല്ലെ? ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു എന്താ പറയാ, ഒരു സമയത്ത് കുറച്ച് അല്ലെ, അത് നമ്മൾ വെറുതെ പരാതിയും പരിഭവവും പറഞ്ഞ് ഇങ്ങനെ തീർക്കാനുള്ളതല്ല. നമുക്ക് കുറെ നേടിയെടുക്കാനുണ്ട് നാളത്തെ നമ്മളെ സ്വർഗത്തിന് വേണ്ടി, നമ്മളെ സ്വർഗത്തിലെ ഭവനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് പണിയെടുക്കാനുണ്ട്. അതുകൊണ്ട് വെറുതെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തി നമ്മളെ സമയവും നമ്മളെ ആരോഗ്യവും നമ്മളെ ഇബാദത്തും എല്ലാം നമ്മൾ പാഴാക്കി വെറുതെ അങ്ങ് മരിച്ചു പോയാല് ഒന്നും ഉണ്ടാവില്ല അവിടെ. പറഞ്ഞതും ആക്കിയതും ബാക്കി അല്ലെ? അതിന്റെ ഭാരം കൂടി ചുമന്ന് പേറി നടക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അതുകൊണ്ട് എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കണ്ടറിയുന്ന, എല്ലാത്തിനും പരിഹാരം നിശ്ചയിച്ച് തരുന്ന നമ്മളെ റബ്ബ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാകുമ്പോ ആ റബ്ബിലേക്ക് നമ്മൾ തിരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ അതെ അപ്പം പിന്നെന്താ, പിന്നെ ബിഹാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അല്ലെ? ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മള് ഇവിടെ പിന്നെ അതിന് നിശ്ചയിക്കപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് അടിമമോചനം അല്ലെ, അതല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ്, അതല്ലെങ്കിൽ പാവപ്പെട്ട ദരിദ്രർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് അല്ലെ? ഇപ്പോ ഈ ഒരു കാര്യം അള്ളാഹു ഈ രൂപത്തിൽ നിശ്ചയിച്ചത് എന്തിനാ? ആരെയും അള്ളാഹു പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ? അതാണ്.
പിന്നെ പറഞ്ഞത് എന്താ, അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു വിധി അല്ലെ, ഈ ഒരു പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ഒരു വിധി ഈ വിഹാറിന്റെ വിഷയത്തില് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്നത്. ഇതൊക്കെ എന്താണ്, ഈമാനിന്റെ ഭാഗമാണ്. അപ്പോ നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ, ഈമാനിന്റെ പൂർണ്ണത നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം. അള്ളാഹു അല്ലെ, നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ, നമ്മളൊരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ എല്ലാ നിയമങ്ങളും നടപടികളും നമുക്ക് സ്വീകാര്യമാകണം. നമുക്കത് തൃപ്തിപ്പെടാൻ കഴിയണം. അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം ഏത് സന്ദർഭത്തിലും, അല്ലെ. എല്ലാം ഹൈറായിരിക്കും. നമ്മളിങ്ങനെ വെറുതെ ചിന്തിക്കും, എന്തായിരിക്കും റബ്ബേ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നത്, റബ്ബേ എന്താണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയത്, എനിക്ക് എന്താണ് റബ്ബേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ഇങ്ങനെ ഒരു പരീക്ഷണം വന്നു പോയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, അതിൽ എന്താണോ എനിക്ക് ഇബാദത്താക്കാനുള്ളത് റബ്ബേ അത് നീ എനിക്ക് കാണിച്ചതാ, ഇതിൽ നിന്ന് ഞാൻ എന്ത് ഗുണപാഠമാണ് സ്വീകരിക്കാനുള്ളത് അത് നീ എന്റെ മുമ്പിൽ കാണിച്ചതാ അല്ലാ, അതിലൂടെ ഞാൻ എന്തൊരു നന്മയാണ് നേടിയെടുക്കാനുള്ളത് അതിനുള്ള അവസരം നീ എനിക്ക് താ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലാ, കുല്ലും ഖൈർ അല്ലെ, കുല്ലും ഖൈറാണ്, എല്ലാം ഹൈറാക്കി നമ്മള് മാറ്റുക. നമ്മള് എല്ലാം നമുക്ക് ഹൈറാവണമെങ്കിൽ നമ്മൾ ആരാകണം എന്നറിയോ? നമ്മൾ മുഅ്മിനാകണം. നമ്മൾ മുഅ്മിനാകുമ്പോ അജബല്ലി അംരിൽ മുഅ്മിനാവും അല്ലെ. മുഅ്മിനിന്റെ കാര്യം എന്താണ്? അജബാണ്. അജബ് എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതം അല്ലെ. അത്ഭുതം നമുക്ക് നമ്മൾ എന്തൊക്കെയോ ആണ് നമ്മൾ അത്ഭുതങ്ങളായി വിചാരിക്കുന്നത്, അതൊന്നുമല്ല. നമ്മളെ കാര്യം തന്നെ നമുക്ക് എന്താക്കാം? അത്ഭുതമാക്കി മാറ്റാം. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? നമ്മള് ഹൈറായിട്ട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോ അള്ളാഹിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് സ്തുതിക്കുക. ഇനി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അപ്പോഴും മനസ്സറിഞ്ഞ് ക്ഷമിക്കുക. സുബ്ർ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് നമ്മൾ അജബായി മാറുന്നത്. നമ്മളൊരു മുഅ്മിനാകണം. നമ്മൾ നല്ല ഈമാനുള്ളവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാത് വലിൽകാഫിരീന അദാബുൻ മുഹീൻ. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു, നിശ്ചയമായും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിർത്തുകൊണ്ടിരിക്കുന്നവർ, കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവരുണ്ടാണ് അവരുടെ മുമ്പുള്ളവരെ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ്, വഷളാകും. അള്ളാഹിനെയും അള്ളാന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്ന എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ്? മുൻ സമുദായങ്ങളിൽ അപ്രകാരം ചെയ്ത ആളുകൾക്ക് സംഭവിച്ചതുപോലെ തന്നെ അപമാനിതരായി, നിന്ദ്യരായി മാറ്റപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാത്, നാം എന്താണ്? സുവ്യക്തമായ പല തെളിവുകളും അല്ലെ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. വലിൽ കാഫിരീന അദാബും മുഹീൻ, കാഫിരീങ്ങൾക്ക് എന്താണ്? അപമാനകരമായ ശിക്ഷയുണ്ട്. അപ്പൊ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മള് ഒരിക്കലും എന്താക്കാൻ പാടില്ല? എതിർക്കാൻ പാടില്ല. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെ മേലെ ബാധ്യത. അല്ലാതെ അവർക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് എതിരാകാം അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ആരാണ്? അവര് ശരിക്കും അവര് അപമാനകരമായ ശിക്ഷയാണ് അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വനസൂഹു വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എന്താ അല്ലാഹു തആല പറയുന്നറിയോ? അള്ളാഹു അവരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. യൗമ
യബ്അസുഹുമുല്ലാഹു ജമീഅ, മുഴുവനായിട്ടും അവരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ടോ ഫയുനബ്ബിഉഹും, അവർക്ക് പറഞ്ഞു കൊടുക്കും, അറിയിച്ചു കൊടുക്കും, ബിമാ അമിലൂ, അവർ പ്രവർത്തിച്ചതിനെ പറ്റി. അഹ്സാഹുല്ലാഹ്, അള്ളാഹു അതെന്താക്കിയിട്ടുണ്ട്, തിട്ടപ്പെടുത്തുകയും വനസൂഹു, അവരത് മറന്നുപോവുകയും ചെയ്തു. അള്ളാഹ്ക്ക് ഒന്നും മറന്നു പോകൂല എന്നാ പറയുന്നത്. എല്ലാരും അന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പുനരുജ്ജീവിപ്പിക്കും. ഒരാളും ബാക്കിയാകൂല. അന്ന് ഓരോരുത്തരും ഈ ദുനിയാവിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ മ്ലേച്ഛ പ്രവൃത്തിയെ കുറിച്ചും അള്ളാഹു തആല അവരെ അറിയിക്കും. അള്ളാഹിന്റെ അടുത്ത് എല്ലാം എന്തുണ്ട്, എഹ്സാ ല്ലേ, എന്താണ്, കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, തിട്ടപ്പെടുത്തുന്നുണ്ട് അള്ളാഹു തആല. ല്ലേ, ഒന്നുപോലും അള്ളാഹു തആല മറന്നു പോകാതെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വേഗം അതൊക്കെ മായ്ക്കാനുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടാ. ഈ ഒരു റമദാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മളില് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തിന്മകളെയും മായ്ച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന, നമ്മുടെ കിതാബ് ക്ലിയർ ആക്കുന്ന ഒരു മാസമാക്കി പരിശുദ്ധ റമദാനിനെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. കാരണം റബ്ബ് എല്ലാം എഴുതുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യത്തിനും അള്ളാഹു എന്താണ്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും അള്ളാഹു സാക്ഷിയായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ അവന് അള്ളാഹു അറിയാത്തതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നല്ലേ, വീണ്ടും പറയുന്നു അള്ളാഹുവിന്റെ മറ്റൊരു നാമം ഷഹീദ്. ഷഹീദ് അല്ലെ, സാക്ഷിയാണ് അള്ളാഹു. ഇപ്പൊ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരാവുക, ധിക്കരിക്കുക, ശത്രുത പുലർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുക അല്ലെ. അതായത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ശരിക്കും ഷിർക്ക് ഭയങ്കര വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. പൂർണ്ണമായിട്ടും നമ്മളത് ഒഴിവാക്കേണ്ട ഒന്നതാണ്. നമ്മള് എപ്പോഴും അല്ലെ, നമ്മളൊരു ദുആ ചെയ്യാറില്ലേ, അല്ലാഹു ഇന്നീ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലെ, അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ എപ്പോഴും ചോദിക്കണം. ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും വേണം. അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടം, അവരുടെ ഇഷ്ടം കിട്ടാനും അവർക്ക് ഇഷ്ടം കൊടുക്കാനും അല്ലെ, പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇഷ്ടം, ഇത് നമ്മൾ എപ്പോഴും ചോദിക്കുകയും ചെയ്യണം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഒരു ദിവസം നേരം വിളിക്കുമ്പോ തുടങ്ങി അല്ലെ, രാത്രി നമ്മൾ വിരുപ്പിലേക്ക് കിടക്കുന്നതിനിടയിൽ നമുക്ക് എത്ര അള്ളാഹിന്റെ ഇഷ്ടം നേടാന്നറിയോ? എന്തെല്ലാം കാര്യങ്ങള്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ആരെങ്കിലും ഒന്ന് പറയോ? ഏറ്റവും അള്ളാഹു ഇഷ്ടം എന്താണെന്ന്? കുറേ ഇഷ്ടങ്ങളുണ്ട് അള്ളാഹുവിന്, ഒരുപാട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നമുക്കറിയാം. അതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ആരെങ്കിലും പറയാൻ പറ്റുമോ? ഹാൻഡ് റൈസ് ചെയ്താലും ഇതാക്കാം. ഒരാൾ പറയുന്നത് തൗബ, ഒരാൾ പറയുന്നത് സുജൂദ്, അള്ളാഹുവിനെ ഓർക്കല്, അവ്വൽ വക്തിൽ നമസ്കരിക്കുക, അവ്വൽ വക്തിൽ നമസ്കരിക്കല്, പിന്നെ ഇതെല്ലാം അള്ളാഹിന്റെ ഇഷ്ടം തന്നെ. ഇസ്തിഗ്ഫാറ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തിന്മയിൽ നിന്ന് പിന്മാറുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റുകളിൽ വിട്ടു നിൽക്കാം. ഇതെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക അല്ലെ. ഓക്കെ, ഇതെല്ലാം പിന്നെ ഇതിൽ വരുന്നതാണ്. എന്നാലും ഹന്ന പറഞ്ഞു മ്യൂട്ടാണ് അല്ലെ.
ഓക്കെ കുറെ ആൾക്കാർ പലതും പറയുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. സൽസ്വഭാവം മതി, ഇനി മതി. പങ്കു ചേർക്കാതിരിക്കല് അല്ലെ, തൃപ്തിയോടുകൂടി ക്ഷമിക്കൽ. ഇനി മതി. ഇനി ഞാൻ പറയാം. കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പഠിക്കുന്നവരാണല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ കുറേ കേട്ടതാ അല്ലെ. ഒരുപാട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഏറ്റവും അള്ളാഹുവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാല്, ആദ്യത്തെ കാര്യം എന്ന് പറയുമോ, അള്ളാഹു പറലാക്കിയ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അതിനാണ് അള്ളാഹു നിർബന്ധമാക്കിയ പറലായിട്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യത പാലിക്കുക എന്നുള്ളത്. അതിനുശേഷം വരുന്നതാണ് എന്ത്, ബാക്കി പറഞ്ഞതെല്ലാം. അതായത് ഫർള് കൃത്യമായി ചെയ്താൽ തന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടവന്. പിന്നെ അള്ളാഹു എന്താ പറഞ്ഞെന്നറിയോ, നിങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അപ്പം ഫർളിന്റെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താതിരിക്കലാണ് ഏറ്റവും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം. അപ്പം നമ്മൾ പലപ്പോഴും ഇല്ലേ ഫർള്, അതായത് ഇപ്പം ബാങ്ക് കൊടുത്ത് നിസ്കാരം തന്നെ എടുക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നിസ്കാരം. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ചെലവൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആരും ഒഴിവാക്കുകയും ചെയ്യില്ല അല്ലെ. ആ വിഷയത്തിൽ ആർക്കും സംശയവും ഇല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ. എത്ര നിസ്കരിക്കണോ, പിന്നെ എത്ര നേരം നിസ്കരിക്കണോ എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവും ഇല്ല. പിന്നെ കാരണം നമുക്ക് അതിന് പ്രത്യേകിച്ച് കൈമൊന്നും നഷ്ടമൊന്നും വരാനില്ലല്ലോ അല്ലെ. പിന്നെ ഞാൻ പറയാൻ കാരണം അടുത്ത വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പിന്നെ നിസ്കാരം നമ്മൾ എന്താക്കണം, അതിന്റെ സമയത്ത് ഇല്ലെ, അതിന്റെ ഏറ്റവും ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ്. അവ്വൽ വക്തിൽ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ ചിലരെന്താക്കും അറിയോ, കുറേ പണി ഉണ്ടാവുമ്പോ അത് ഇതെല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആക്കും. എന്നിട്ട് കുറേ സുന്നത്തെല്ലാം നിസ്കരിക്കും. അങ്ങനെ മുൻപ് ഈരണ്ടൊക്കെത്തായിട്ട് സുന്നത്തും വധുവിന്റെ സുന്നത്തും, എന്നിട്ട് ഫർള് നിസ്കരിക്കുക, എന്നിട്ട് കുറേ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെ കുറെ സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലം തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യ സമയത്ത് നിർവഹിക്കാന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താക്കി, വീഴ്ച വരുത്തി അല്ലെ. അത് ചെയ്തിട്ടാണ് നമ്മൾ മറ്റേതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഫർളിന്റെ കാര്യത്തിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ട് സുന്നത്തായ കാര്യങ്ങൾ കുറെ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഫർളായ നിസ്കാരം, അതുപോലെ ഫർളായ ജക്കാത്ത് കൊടുക്കാണ്ട് സദക്ക കുറേ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെ പറയാം. കാരണം ജക്കാത്ത് കൊടുക്കാണ്ട് നമ്മൾ കുറെ സദക്ക കൊടുത്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ജക്കാത്ത് നിർബന്ധമായതാണ്. അപ്പൊ നിർബന്ധങ്ങളിൽ നമ്മൾ എന്താക്കണം, ഫർളില് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് കൃത്യമായിട്ട് നിർവഹിക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക അല്ലെ. സദക്ക എന്ന് പറയുന്നത് എന്താണ്, അത് സുന്നത്താണ് അല്ലെ. പക്ഷെ ജക്കാത്ത് എന്താണ്, അത് ഫർളാണ്. അപ്പൊ ജക്കാത്തിന്റെ എന്താ, കൃത്യമായ ജക്കാത്ത് കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന സ്ത്രീകളോട് പറയുന്ന സ്വർണത്തിന്റെ ജക്കാത്ത് എപ്പോഴും സംശയ, എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാ ഇത് ചോദിക്കുന്നത്? കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം അള്ളാഹു നമ്മളെ മനസ്സിന്ന് ഒഴിവാക്കി തരട്ടെ അല്ലെ. ശരിക്കും നമ്മൾ ഈ സ്വർണം കെട്ടിപ്പൂട്ടി പിന്നെ സ്വർണം എന്താ പറയാ, ലോക്കറിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് എന്തിനാ അതങ്ങനെ കുറെ നമ്മളെ കയ്യിൽ സ്വർണ്ണം ഉണ്ട് എന്ന്, ഒരു സമ്പാദ്യം അല്ലെ, ഒരു സമ്പാദ്യം. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മള് അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ പോകും അല്ലെ. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മരിക്കൂലേ. 100ഉം 500ഉം ഒക്കെ പവൻ സ്വർണം പിന്നെ ലോക്കറിലുള്ള ആൾക്കാരുണ്ട്. എന്നിട്ടോ കൃത്യമായിട്ട് ജക്കാത്ത് കൊടുക്കുന്നില്ല. ഉപ്പയും ഉമ്മയും സമ്മതിക്കാത്തതിന്റെ പേരിൽ ജക്കാത്ത് കൊടുക്കാത്ത ആളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉപ്പയും ഉമ്മയും കൊടുത്ത സ്വർണം അവര് ജക്കാത്ത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ ചെയ്യാ? അവര് പറയുന്നത് ആ സ്വർണത്തിൽ നിന്ന് ജക്കാത്ത് കൊടുക്കണ്ട, വേറെ പൈസ ഉണ്ടെങ്കിൽ കൊടുത്തോ, അത് വിറ്റിട്ടൊന്നും കൊടുക്കണ്ട, വിൽക്കാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭയങ്കരമായ ഇഷ്ടം, നമുക്ക് താല്പര്യം അല്ലെ. എന്നാ ഒരു ദിവസം വരാനുണ്ട് അല്ലെ. എന്താണ് സൂറത്തു തക്കാസുർ അല്ല, സൂറത്തു തക്കാസുർ സൽസലയിൽ പറയുന്നില്ലേ, അന്ന് അഖ്റജത്തിൽ അർളു അസ്ഖാലഹ എന്ന് പറയുന്നുണ്ട്. ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറന്തള്ളും. അന്നേരം അതിന്റെ വിശദീകരണം പറയുന്ന വെച്ചാല്, സ്വർണങ്ങളൊക്കെ ഇങ്ങനെ കൂമ്പാരമായി കിടക്കും പോലും, പക്ഷെ ആർക്കും വേണ്ട, ആരും അതിൽ നിന്ന് ഒരു തരി പോലും എടുക്കൂല. അങ്ങനെ ഒരു ദിവസം വരും. സുബ്ഹാനല്ലാഹ്. ആർക്കും അതിനൊരു വിലയും ഇല്ലാത്തൊരു ദിവസം വരും.
കാരണം അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു ദിവസമാണ് അന്ന്. അന്ന് ഈ സ്വർണത്തിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല, ആർക്കും വേണ്ട. കാരണം എന്താ, ഇതൊന്നും കൂട്ടിക്കെട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അമല സാലിഹാത്ത് ചെയ്തെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഉണ്ടാവും. അല്ലാതെ ഇതൊന്നും ശേഖരിച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ലെ. അത് വിചാരിച്ച് സമ്പാദിക്കണ്ടെന്ന് പറയുന്നുണ്ടാ? സമ്പാദിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ സമ്പാദ്യം ഹലാലാകണം. അത് ഹറാമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുആ സ്വീകരിക്കൂല, നമ്മൾ ഒരു കർമ്മവും സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, നമ്മളെ മക്കളും അത് അനുഭവിക്കേണ്ടി വരും. അത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ അടുത്തൊരു വീഡിയോ കാണാനിടയായേ. അത് ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനാ. അയാൾ ഇങ്ങനെ സംസാരിക്കുന്നു. അയാൾ പറയുന്നത്, കഴിഞ്ഞ വർഷം 4.5 കോടി സക്കാത്ത് കൊടുത്ത് ഇപ്രാവശ്യം 6.5 കോടി സക്കാത്ത് കൊടുക്കാനുണ്ട് എന്നാ പറഞ്ഞത്. അയാൾ കൃത്യമായിട്ട് അയാളെ ഇതിൽ നിന്ന് ജക്കാത്ത് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ലാഭ ബിസിനസ്സിൽ കൃത്യമായ 2.5% എത്രയാണെന്ന് ജക്കാത്ത് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് അയാള് കൊടുക്കാറുണ്ട് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെ, നമ്മൾ വിചാരിക്കും ഈ സ്വർണം 40 പവനുണ്ട്, അതിന് അല്ലെ 40 പവനുള്ള ഒരാള് ജക്കാത്ത് 1 പവൻ കൊടുക്കണം ജക്കാത്ത്. അന്നേരം 1 പവൻ കുറയൂലേ? 1 പവൻ എന്ന് പറയുമ്പോ എത്രപാട് പൈസയാണ്, വലിയ പൈസന്റെ സ്വർണ്ണല്ലേ. ഇപ്പൊ എത്രയാന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു കുറച്ചില്ലേ. പിന്നെ വലിയ പൈസ അല്ലേ. അന്നേരം ഒരു പവൻ കൊടുക്കുമ്പോ 1,00,000 സംതിങ് സക്കാത്ത് കൊടുക്കാനോ എത്രപാട് പൈസ. ഇങ്ങനെ ബേജാറാകുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? നമ്മളെ സ്വർണത്തിൽ തന്നെ കൊടുത്ത് എന്നിട്ട് അത് കുറയട്ട്. അത് കുറയുമ്പോ നമുക്കൊരു വിഷമം ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ഈമാൻ നമ്മൾ ഉയർത്ത് അല്ലെ. കുറയുമ്പോ നമുക്കൊരു വിഷമം തോന്നാൻ പാടില്ല. കാരണം എന്താ, അൽഹംദുലില്ലാ, ഇത് റബ്ബിന്റെ മാർഗത്തിൽ നമ്മളോട് അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നത് അല്ലെ. അള്ളാഹിനോടുള്ള അനുസരണം എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള നമ്മളോട് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കൃത്യമായ, അതുപോലെ നോമ്പിന്റെ കാര്യത്തിൽ പിന്നെ ഈ പറഞ്ഞ നിസ്കാരം പോലെ തന്നെ അല്ലെ അധികം ആൾക്കാർക്ക്. പിന്നെ വരുന്ന വിഷയം ഹജ്ജാണ്. ഹജ്ജിന്റെ വിഷയത്തിലും ഭയങ്കരമായ വീഴ്ച നമ്മളിൽ പലർക്കും ഉണ്ട്. അതായത് ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ട് പോകാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. അതിന്റെ അനന്തരഫലം ഭയങ്കര, നമുക്ക് ഒരിക്കലും എന്താ പറയാ, അനുഭവിക്കാൻ കഴിയാതെ അത്രയും വലിയ പ്രയാസമായിരിക്കും അത്. സമ്പത്തും സൗകര്യവും എല്ലാം ഉണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാതിരിക്കാന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റാണ്. ഇപ്പം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കുറേ നിസ്കരിച്ച് അല്ലെ, കുറേ ദിക്റ് ചെയ്ത്, കുറേ സദഖ ചെയ്ത്, എന്താ, നമ്മളെ നിർബന്ധമായ ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിനോട് നമ്മള് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു കരാറുണ്ട്. എന്താ അറിയോ? അള്ളാഹ് പറഞ്ഞ നിർബന്ധമാക്കിയ അള്ളാഹ് പറഞ്ഞ കൽപ്പന ഫസ്റ്റത്തത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ഏറ്റവും ആദ്യം. അത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം, നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ വരുന്നത്. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്താതെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചാല് അള്ളാഹ് നമുക്ക് എന്തായാലും പുറത്തു തരും. അള്ളാഹ് നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല, നരകം തൊടൂല. ഉറപ്പായിട്ടും നരകം തൊടൂല. അവന് സ്വർഗാവകാശിയായിരിക്കും ഈ 5 കാര്യത്തിൽ നമ്മൾ കൃത്യത പാലിച്ചിട്ടുണ്ടെങ്കിൽ. അത് അള്ളാഹ് പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അള്ളാഹിനോട് റസൂലിനോട് ശത്രുത പുലർത്തുന്നില്ല, നമ്മളെ ഭയങ്കര അള്ളാഹിന്റെ ആളാന്ന്, നമ്മൾ ഭയങ്കര അള്ളാഹിന്റെ റസൂലിന്റെ ആളാന്നൊക്കെ. എന്നിട്ട് പക്ഷെ ഇപ്പോഴും നമുക്ക് എന്താണെന്നറിയോ, ദുനിയാവിനോട് ഭയങ്കര ഇഷ്ടം. എന്തേ, സ്വർണത്തിനുള്ള വില കൂടുമ്പോ ബേജാറ്. ഇപ്പോഴും സ്വർണം ഈ ജ്വല്ലറികളിൽ പൈസ കൊടുത്ത് അതിന്റെ സ്കീമിൽ ഏർപ്പെടുന്ന, അതെല്ലാം പലിശയിൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടരുത് എന്നൊക്കെ എത്ര പറഞ്ഞാലും പിന്നെയും 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 ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംശയം ചെയ്യും. എന്തിനാ? അത് സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കാന്നുള്ളതാണ് അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത്. എന്താ റസൂല പറഞ്ഞറിയോ? ദഅമായുരീബുക ഇലാ മാ ലാ യുരീബുക. അത് അങ്ങനെ ചെയ്ത പ്രശ്നമുണ്ടോ? അത് അവരോട് ചോദിക്കുമ്പോ അവര് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അവരെന്താ കുഴപ്പമുണ്ടെന്ന് പറയാ? അവർക്ക് ലാഭമുള്ള കാര്യം അവര് കുഴപ്പമുണ്ടെന്ന് പറയോ? അവര് ബിസിനസ് അല്ലേ നോക്കൂ അല്ലെ. ഇതിൽ പലിശ ഒന്നും വരൂല എന്ന് അവര് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും വേണ്ട. എന്തിനാന്ന്? ഒരു സംശയമുള്ള ഒരു ഹറാമിന്റെ, ഒരു പലിശയുടെ ഒരു അംശം നമ്മളെ ശരീരത്തിലോ നമ്മളെ ഭക്ഷണത്തിലോ നമ്മളെ വസ്ത്രത്തിലോ വേണ്ട. കാരണം എന്താ അറിയോ? ഒരുപക്ഷെ അതിന്റെ അനന്തരഫലം നമ്മളെ മക്കളായിരിക്കും അനുഭവിക്കേണ്ടി വരാം. പലരും കാത്തു രക്ഷിക്കട്ടെ അല്ലെ. ഹറാമുകളിൽ നമ്മൾ പെട്ടുപോയാല് ഹറാമിന്റെ ഇത് കഴിച്ച മക്കൾക്ക് നേർമാർഗത്തിലാവൂല എന്നാ പറയുന്നത്. പരീക്ഷണങ്ങള് മക്കളായിരിക്കും അനുഭവിക്കേണ്ടി വരാം നമ്മൾ ചെയ്ത അതിന്റെ അനന്തരഫലമായിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഇത് സമ്പാദിച്ചു വെക്കുന്നത്? സക്കാത്ത് കൊടുക്കാണ്ട് സൂക്ഷിച്ചു വെക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഒരാൾ എന്നോട് പറഞ്ഞത്, എനിക്ക് വരുമാനമൊന്നും ഇല്ല, ഭർത്താവും ഇല്ല,
പിന്നെ പക്ഷെ സ്വർണ്ണം ഉണ്ട്, 10-50 സ്വർണ്ണം ഉണ്ട്, നമുക്ക് മക്കളുണ്ട്, അവരെ കല്യാണത്തിന് ഞങ്ങൾക്ക് കൊടുക്കണോ, പിന്നെ ആ സക്കാത്ത് കൊടുക്കണോ? ഈ മക്കൾ നാളെ നമുക്ക് എതിരായിട്ട് സാക്ഷി പറയും. എന്താ പറയാന്നറിയോ? എന്റെ ഉമ്മ അല്ലെ സ്വർണ്ണം സക്കാത്ത് കൊടുക്കാത്തോണ്ട് ആ സ്വർണം നമ്മൾ ഉപയോഗിച്ച് ഹറാമിന്റെ പൈസ, അത് കാരണത്താല നമ്മൾ പാപികളായതെന്ന് നമുക്കെതിരായിട്ട് നാളെ അവര് സാക്ഷി പറയും. എതിരായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എതിരായിട്ട് പറയും. നമ്മൾ ഇന്ന് മക്കളോടുള്ള സ്നേഹം വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കുന്നു? സ്വർണം അവർക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് സക്കാത്തൊന്നും കൊടുക്കാണ്ട് അവർക്ക് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഞാൻ ഈ വിഷയം പറയണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. സാന്ദർഭികമായിട്ട് ഈ ഒരു വിഷയം വന്നോണ്ട് മാത്രം പറഞ്ഞതാണ്. നമ്മൾ റമളാനാന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. എല്ലാത്തിന്റെ കണക്ക് കൃത്യമായിട്ട് പലപ്പോഴായിട്ട് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ടൈപ്പ് ചെയ്തതിനാൽ ഇങ്ങനത്തെ വിഷയങ്ങളിലുള്ള വിശദമായ ക്ലാസ്സുകളൊക്കെ കിട്ടും. മിക്കവാറും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, അതുപോലെ PN അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അവരുടെയൊക്കെ ക്ലാസ്സുകൾ കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് സംശയം ചോദിച്ചിട്ട് വരരുതേ. ഇത് ഇന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇനി ആരും സംശയം ചോദിച്ചിട്ട് വരരുത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എല്ലായിടത്തും നമ്മൾ എന്താ വെച്ചാൽ അള്ളാഹുവിനെ അവന്റെ റസൂലിനെ അനുസരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴേ നമ്മൾ മുസ്ലിം ആകുന്നുള്ളൂ അല്ലെ. ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം. ഇസ്ലാം കാര്യങ്ങൾ ശരിയാകാണ്ട് ഒരാൾ മുസ്ലിം ആകൂല. ഒരാൾ മുസ്ലിം ആകാണ്ട് പിന്നെ അയാൾക്ക് മുഅ്മിൻ ആകാൻ കഴിയൂല. കഴിയോ? ഒരാൾ മുസ്ലിം ആയിട്ടില്ല ഒരാൾ മുഅ്മിൻ ആകേണ്ടത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നിപ്പോ 5-6 ആയത്തുകളാ പറഞ്ഞത്. 12 മണിയായി. അപ്പൊ ഞാൻ നിർത്താണ്. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു 5-6 8 9 10 ആയത്ത് വേണമെങ്കിൽ ഒരു 5 ആയത്തും കൂടി വേണമെങ്കിൽ പറയാം. അല്ല, ഒരു 4 ആയത്തും കൂടി വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം. പിന്നെ എല്ലാവർക്കും പിന്നെ വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് പോകണം, പിന്നെ പ്രയാസമുണ്ട്, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടേ? പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ. ഞാനിപ്പോ എന്താ പറഞ്ഞിനി? അതെ, സക്കാത്തിനെ കുറിച്ച്. സക്കാത്തിനെ ഫർള് നിർബന്ധമാണ്, ഫർള് ആരും ഒഴിവാക്കരുത്. ആ കാര്യമാണ് തോന്നുന്നു. റെക്കോർഡിൽ വരും കേട്ടോ. അത് റെക്കോർഡിംഗ് ഉണ്ടാവില്ല, അപ്പൊ കേട്ടാ പോരെ? അപ്പൊ 12 മണിയെല്ലാം ആയില്ല. ഒരു 4 ആയത്ത് കൂടി പറയൂ ഹസി. നിൽക്കുന്നവര് നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ്. സ്വർണത്തിന്റെ കണക്ക് പറയണം. മക്കൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ. അതായത് സ്വർണത്തിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, സ്വർണം മക്കൾക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം മക്കൾക്ക് എല്ലാം കൊടുത്തോ. പക്ഷെ നമ്മൾ അത് ക്ലിയർ ആക്കിയിട്ട് തന്നെ കൊടുക്കാം. നമ്മളെ കയ്യിൽ സ്വർണ്ണം ഉള്ള സമയത്ത് നമ്മളാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ അത് നമ്മൾ കൃത്യമായി ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ മാതാപിതാക്കൾ സ്വർണം തന്നു, നമുക്കാ തരുന്നത്. അപ്പൊ അത് നമ്മളെ ഭർത്താവ്, പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്ന വെച്ചാൽ ഭർത്താവ് കൊടുത്താൽ മതി. ഭർത്താവിന്റെ കയ്യില് അതിന് മാത്രം പൈസ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ ഉമ്മയും ഉപ്പയും കല്യാണം കഴിയുമ്പോൾ ഒരു 100 പവൻ തന്നെന്ന് വിചാരിക്കാം. പിന്നെ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഇല്ലാണ്ടില്ല. ഇനി 100 പവൻ തന്നു വിചാരിക്കാം. ഇനി പണ്ട് കൊടുത്ത ആൾ ഇപ്പോഴും അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് 100 പവൻ കയ്യിലുണ്ട്. എന്നിട്ട് അവരെന്താക്കുന്നില്ല, ആ സ്വർണത്തിൽ നിന്ന് അവർ സക്കാത്ത് കൊടുക്കാതെ ഭർത്താവാണ് കൊടുത്തുകൊണ്ടിരുന്ന വിചാരിച്ചു. പക്ഷെ ഇപ്പം സ്വർണത്തിന് എന്തായി, ഭയങ്കര വില കൂടി, വലിയ വിലയായല്ലോ. അപ്പൊ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി, ഇത്രയും വലിയ സ്വർണം സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല. അപ്പൊ അവർ പറയുന്നു, നിന്റെ സ്വർണം നീ വിറ്റിട്ട് അതിൽ നിന്ന് കൊടുത്തു. അന്നേരം പറയുന്നു, എന്റെ സ്വർണം വിൽക്കൂല, പിന്നെ എപ്പെങ്കിലും നിങ്ങൾ കഴിയുമ്പോൾ പൈസ ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാകൂല, നമ്മളാണ് കുറ്റക്കാരാകാൻ. അത് തീർച്ചയായിട്ടും നമ്മളെ മേലാണ് അതിന്റെ ഉത്തരവാദിത്വം. നമ്മളത് കൊടുക്കണം. സക്കാത്ത് അതായത് ഇപ്പൊ നമ്മളെ കയ്യിൽ എപ്പോഴാണോ സ്വർണം വന്നത് അന്ന് മുതൽ 1 വർഷം തികയുന്ന അന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് റമളാനിലേക്ക് മുൻപിച്ച് ചെയ്യുന്നതിന് വിരോധമില്ല. മുൻകൂട്ടിയിട്ട് റമളാനിൽ കൊടുക്കാന്നുള്ള തീരുമാനത്തോടെ കണക്ക് നോക്കിയിട്ട് റമളാനിലേക്ക് ആക്കിയിട്ട് പിന്നെ എല്ലാ വർഷവും റമളാനിൽ കൊടുക്കുന്നതിനും വിരോധമൊന്നുമില്ല. മുൻകൂട്ടി ചെയ്യാം, പക്ഷെ വൈകിപ്പിക്കാൻ പാടില്ല. സക്കാത്ത് ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല. സക്കാത്തിന്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ അത് അപ്പൊ കൊടുക്കണം. പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത്. ഒരാൾ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചത് എന്താ അറിയോ, സക്കാത്ത് കൊടുക്കണം, അവരുടെ കയ്യിൽ 1 ലക്ഷം മറ്റാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, സ്വർണത്തിന്റെ സക്കാത്ത്. പക്ഷെ അവരുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഇല്ല. അപ്പൊ മാസം ഒരു 10,000 വെച്ചിട്ട് ഒരു കൊല്ലം കൊണ്ട് കൊടുത്ത് തീർത്താൽ മതിയോ? അത് പിന്നെ ഇപ്പൊ നിസാബ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വൈകിപ്പിക്കാൻ പാടില്ല. അപ്പൊ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്, ആ സ്വർണത്തിൽ നിന്ന് ഒരല്പം വിറ്റിട്ട് ആ ക്യാഷ് സക്കാത്ത് അത് അപ്പൊ തന്നെ ക്ലിയർ ആക്കുക. കാരണം ഈ 1 കൊല്ലം വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല.
അല്ലെ? നമ്മൾ സമ്പത്ത് അതുവരെ അപ്പൊ എന്താണ് ഹറാമിന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ്. അതായത് മക്കളെ സ്നേഹിച്ചോ, പക്ഷെ മക്കളെ നമ്മൾ എന്താക്കണ്ട, ഹറാമ് തീറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണ്ട. നമ്മളെ മാതാപിതാക്കൾ എപ്പോഴും നമ്മളെ സമ്പത്ത് ശുദ്ധീകരിച്ച് കൊണ്ടേയിരിക്കുക. എത്ര എമൗണ്ട് ഉണ്ടായാലും ഇപ്പൊ സ്വർണത്തിന്റെ നിസാബ് പറയുമ്പോൾ 10.5 പവനാണ്. 10.5 പവനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ 10.5 പവന്റെതും കൊടുക്കണം കേട്ടാ. ചില ആൾക്കാർ വിചാരിക്കുന്നത് 10.5 പവൻ ഉണ്ടെങ്കിൽ 10.5 പവനിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ കൂടുതലുള്ളതിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, 10.5യും അത് കൂടുതലുണ്ടെങ്കിൽ അതിന് മുഴുവനും സ്വർണത്തിന്റെയും സക്കാത്ത് നമ്മൾ കണക്ക് നോക്കി കൃത്യമായിട്ട് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോകാം. പിന്നെ സക്കാത്തിന്റെ വിഷയം പറയുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് ഒരു സംശയം തീരാത്ത പോലെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മളില്ലേ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി, എന്റെ അടുത്ത് എത്രയാ ഉള്ളത് അതിൽ നിന്നൊരു 2% ഞാൻ കൊടുക്കാൻ തയ്യാറാണ് റബ്ബേ എന്നൊരു തീരുമാനം അങ്ങ് എടുത്തോക്ക്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. എന്താ അറിയാം, ഇപ്പൊ ഒരാളെ കയ്യിൽ 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കും. 1000 റുപ്യ നമ്മളെ കയ്യിൽ വന്ന് 1000 രൂപ. ആ 1000 രൂപയിൽ നിന്ന് നമ്മൾ എത്ര ആകെ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് അറിയോ? 25 റുപ്യ. 25 റുപ്യ. 100 റുപ്യ വരെ കൊടുക്കണ്ട, 1000 നിന്ന് 100 റുപ്യ വരെ കൊടുക്കണ്ട, അല്ലെ? വെറും 25 റുപ്യ. ആ 1000 10,000 ആകുമ്പോഴോ 250 റുപ്യ കൊടുക്കണ്ടോ? ആകെ 250 രൂപ. ഒരു ചിക്കൻ വാങ്ങുന്ന പൈസയാവും. 10,000 റുപ്യ കയ്യിലുള്ള ഒരാള് സക്കാത്ത് കൊടുക്കേണ്ടത് ആകെ 250 റുപ്യ. നമ്മൾ എത്ര പൈസ അങ്ങനെ ഇങ്ങനെ തീർക്കുന്നു? ഒരു ദിവസം ചിക്കൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചാൽ പോരെ? 10,000 കൊടുക്കുള്ളാക്ക് 250 റുപ്യ സക്കാത്ത് കൊടുക്കാം. ഇനി 1 ലക്ഷം കയ്യിലുണ്ടെങ്കിലോ 1 ലക്ഷം ഉള്ള ആൾ ആകെ 2,500 റുപ്യ കൊടുക്കണ്ടു. വെറും 2,500. 1 ലക്ഷം. അത് പിന്നെ 10 ലക്ഷം 1 കോടിയിലാവുമ്പോ അതിനനുസരിച്ച് കൂടുതലാവും. അന്നേരമാണ് ചില ആൾക്കാർക്ക് ബേജാറാകാൻ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കൊടുക്കാന്നുള്ള ഒരു തീരുമാനം എടുത്താല് റബ്ബ് നമ്മളെ കണ്ടറിയുന്നവനാണ് അള്ളാഹു. നമുക്ക് ഒരിക്കലും നമ്മളെ സമ്പത്തിലോ ഒന്നിലും നമുക്കൊരു കുറവും വരൂല. അള്ളാഹു പറഞ്ഞ വാക്കാണെന്ത്? നീ നൽകിയാൽ ഞാൻ നിനക്ക് പകരം തരാം. പകരം തരാൻ അള്ളാഹ് പറഞ്ഞിന്, വേറെ ആരുമല്ല പറഞ്ഞത്. അള്ളാഹു എന്തായാലും പകരം തന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ 10.5 പവൻ എന്നുള്ളത് നിസാബ് ഉണ്ടെങ്കിലും നമ്മളെ കയ്യിൽ സമ്പത്തിന്റെ സക്കാത്ത് എന്നുള്ള നിലക്ക് സക്കാത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളെ കയ്യിൽ ഇപ്പൊ 1 പവനേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു പവനേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പവനേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശുദ്ധിയാകണം എന്നുള്ള ആഗ്രഹത്തോടെ വേണമെങ്കിൽ എന്താക്കാം, ജക്കാത്ത് കൊടുക്കാം. എന്താ അറിയോ, പിന്നെ ഇപ്പൊ 1 പവന് ഇപ്പൊ നല്ല വിലയില്ലേ? 1,30,000 നിന്ന് ഇപ്പൊ 15 അങ്ങനെ എന്തോ ആയി തോന്നുന്നു. കറക്റ്റ് റേറ്റ് അറിയില്ല. എന്തായാലും 1,00,000 മേലെ ഉണ്ടല്ലോ. അപ്പൊ ഒരു 2,500 റുപ്യ കൊടുക്കുന്നതിന് ഒരു പ്രയാസമൊന്നും ഇല്ല. വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ലല്ലോ അത്. പ്രയാസമുള്ള ആൾക്ക് പ്രയാസം തന്നെയാണ്. അങ്ങനെയുള്ളവർ കൊടുക്കൊന്നും വേണ്ട. പിന്നെ അല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ അത് അത്രയും ഹൈർ. കാരണം ഏറ്റവും സൂക്ഷ്മതക്ക് അതാ നല്ലത്. നമ്മള് സമ്പത്തിന്റെ മുഴുവൻ തുകയും കണക്കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം എന്നില്ല കേട്ടോ. അത്യാവശ്യ ചിലവുകൾ കഴിച്ച് ബാക്കി വരുന്ന മിച്ചം വരുന്ന ഇതിൽ നിന്നാണ് സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സക്കാത്ത് പക്ഷെ അതിപ്പോ നമുക്ക് കൃത്യമായ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അത്യാവശ്യ ചെലവ് കഴിച്ച് ബാക്കി ഒന്നും വരൂല, മെച്ചമൊന്നും ഉണ്ടാവില്ല. അന്നേരം പിന്നെ നമുക്ക് സക്കാത്ത് കൊടുക്കാനൊന്നും ഉണ്ടാകാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താണ്, നമ്മൾ ഒരു ഒരു തുക നമുക്ക് എന്തായാലും അന്ന് തരുന്നുണ്ടല്ലോ. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് മാസം കുറി വെക്കുന്നു, അല്ലെ? ഒന്നുമില്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും സുഖയിലാണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് എത്ര പൈസ തീർക്കുന്നു, അല്ലെ? ശരിക്കും നമ്മളില്ലേ ഈ സ്വതക്കയും ഈ സക്കാത്തിന്റെ കാര്യം നമ്മൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രോഗങ്ങൾക്കുള്ള ചികിത്സ വരെയാണത്. സ്വതക്ക ശരിക്കും രോഗങ്ങൾ അള്ളാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സദക്കകൾ കൊണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഇങ്ങനെയും കുറേ പൈസ നമ്മൾക്ക് തീരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളെ കയ്യിലുള്ള ഒരു തുക ഒരു വർഷം തികയുമ്പോൾ ഇത്ര കണക്കാക്കി അതിൽ നിന്നൊരു സക്കാത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അത്രയും നല്ലതാ, ബർക്കത്താ. പണ്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. ഞാൻ പണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്തില്ലേ, പിന്നെ അന്നേരം എനിക്ക് എത്ര കൊല്ലം മുമ്പാന്ന്, 23 കൊല്ലം മുമ്പാന്നേ, ഇപ്പത്തെ കാര്യമല്ല. പിന്നെ അന്നേരം ഞാൻ കല്യാണം കഴിഞ്ഞ 500 റുപ്യ എന്നൊരു മാസം നമുക്ക് സാലറി ആയിട്ട് തരുന്നത്. അന്നേരം നമ്മൾ ഇതെല്ലാം പഠിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ അതിന്റെ പോലും കണക്കൂട്ടിയിട്ട് ഒരു ചെറിയൊരു തുക ഉണ്ടാവും. 500 റുപ്യ എന്ന് പറയുമ്പോ പിന്നെ അറിയാലോ, നേരത്തെ ഇപ്പൊ 1000-ന് 25 പറയുമ്പോൾ 500 റുപ്യക്ക് ആകെ 12.50 വരും, അല്ലെ? അങ്ങനെ ഒരു കൊല്ലത്തെ കണക്കൂട്ടുമ്പോ അത്ര കുറച്ച് പൈസയെ വരുന്നുള്ളൂ. പക്ഷെ അത് അൽഹംദുലില്ലാ അന്ന് അങ്ങനെ ഞാൻ നോക്കിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അന്നേരം പിന്നെ
ഈ വിഷയത്തിൽ ഇതുവരെ ആരോരാൾ സംസാരിച്ചപ്പോ പറഞ്ഞാൽ അത്ര ചെറിയ തുക എന്താ ഇതിലൊന്നും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ആവശ്യമില്ല, ശരി തന്നെ. ഇപ്പൊ നമ്മൾ പുറത്തു പോയി ഒരു കുട്ടികൾക്ക് എന്ത് ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കൊടുക്കൂല, ഒരു ചോക്കോബാർ വാങ്ങിക്കൊടുക്കൂല, ഒരു ഷവർമ്മ എത്ര പൈസ? 100 രൂപ. അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് 500 രൂപ കിട്ടുന്നതിൽ നമ്മളൊരു 100 രൂപ ഷവർമ്മ വാങ്ങാൻ കൊടുക്കൂലേ? കൊടുക്കൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക്. പിന്നെന്താ അള്ളാഹ്ക്ക് ഒരു 25 രൂപ കൊടുക്കുന്നതിന് വലിയ കാര്യമാക്കുന്നു അല്ലെ? അങ്ങനെ ചിന്തിച്ചു നോക്കിയട്ടെ. അങ്ങനെ ചിന്തിച്ച് നമുക്ക് എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. നമ്മൾ കൊടുക്കുന്നവരാകാൻ ആഗ്രഹിക്കുക അല്ലെ? കൊടുക്കുന്ന കൈ എപ്പോഴും മുകളിലാ, വാങ്ങുന്ന കൈ എപ്പോഴും താഴെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ആർക്കാ? അള്ളാഹ്ക്കാ കൊടുക്കുന്നത്. അള്ളാഹ് എന്താ പറഞ്ഞത്? മന്ദല്ലദി യുഖരിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാന്ന് പറഞ്ഞത് അല്ലെ? നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടിയാക്കിയിട്ട് അധികരിപ്പിച്ചു തരുന്ന പറഞ്ഞത്. ശരിക്കും ഞാൻ എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം പണ്ട് ഇതുപോലെ അത്രയും ചെറിയ തുക കയ്യിലുണ്ടായാലും അതിൽ നിന്ന് നമ്മൾ സദക്ക കൊടുത്ത് ഇതുപോലെ സക്കാത്തെല്ലാം കണക്കൂട്ടി കൊടുക്കുമ്പോണ്ടാവും ഏതെല്ലോ വൈക്കൂട്ട നമുക്കിങ്ങനെ നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹു താല തീർത്തു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. അള്ള ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ അള്ള ഏറ്റെടുക്കൂ. അത് വിശ്വാസം വേണം നമുക്ക്. കൊടുത്താൽ കുറഞ്ഞു പോകുന്ന ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല. കൊടുക്കുന്നതിൽ കൊണ്ട് ഒരു കുറവും വരൂല. ദാനം ധനത്തെ ഒരിക്കലും ചുരുക്കൂലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് നമ്മളോട് ഇരട്ടിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ മടിക്കുന്നത് അല്ലെ? അങ്ങ് വാരിക്കോരി കൊടുക്ക് അല്ലെ? എല്ലാരും വാരിക്കോരി കൊടുക്ക്. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. എത്ര ആൾക്കാരാ കരഞ്ഞിട്ട് ഓരോ ആവശ്യങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ? അള്ളാഹ് ഓരോ ആൾക്കാർ കൃത്യമായി സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സക്കാത്ത് വാങ്ങാൻ ആളുണ്ടാവൂല. അത്രയും ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ ലോക്കറുകളിലും അവിടെ ഇവിടെയും ബാങ്കിലെല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. നാളെ ഇതെല്ലാം അവസാനിക്കും. മരിക്കുന്നതോടുകൂടി ഈ ദുനിയാവിന്റെ എല്ലാം തീർന്നില്ലേ? പിന്നെ അനുഭവിക്കാൻ തുടങ്ങും. ഖബർ മുതൽ ഈ സക്കാത്ത് കൊടുക്കാത്തതിന്റെ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ഓർത്തു നോക്കിയട്ടെ. അവിടെ ഇങ്ങനെ അല്ലെ തേളും പാമ്പെല്ലാം ഇങ്ങനെ കെട്ടി വിരിഞ്ഞു മുറുങ്ങി തീഗോളങ്ങളും തീയും പുകയും പിന്നെ ദുർഗന്ധമൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? പിന്നെ അങ്ങോട്ടുള്ള കാര്യം ചിന്തിക്കണോ? അത് മാത്രം ചിന്തിച്ചാൽ നമ്മൾ മരിച്ചു പോകേണ്ടവരാ. നമുക്ക് ഈ ദുനിയാവിനോട് ഒരു ഇഷ്ടം വല്ലാണ്ട് ഇഷ്ടം നമ്മൾ കൊണ്ട് നടക്കണ്ട. നമ്മളിട്ട് എന്തുണ്ടായിട്ടും നാളെ നമുക്ക് അതൊന്നും ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത് അല്ലെ? നമ്മൾ മരിച്ചു പോകേണ്ട ദുനിയാവല്ലേ? അപ്പൊ അതുകൊണ്ട് നാളത്തേക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കാം. നമ്മളെ നാളത്തേക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് അല്ലെ, നമ്മളെ സ്വർഗത്തിന് വേണ്ടി, നമ്മളെ സ്വർഗത്തിലെ ഉന്നതമായ തോട്ടങ്ങൾക്ക് വേണ്ടി, അരുവികൾക്ക് വേണ്ടി, കൊട്ടാരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താക്കുക? ഈ ദുനിയാവിന്ന് നമ്മൾ പണിയെടുക്കുക. നമ്മളെ കുടുംബത്തോടെ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? നമ്മൾ സൂക്ഷിച്ചാല് അല്ലെ, നമ്മൾ തഖ്വയുള്ളവരായാല് നമ്മുടെ മക്കൾക്കും അത് ഗുണം ചെയ്യും അല്ലെ? മക്കൾ നല്ലവരാകാന് മാതാപിതാക്കൾ നല്ലവരാകാൻ പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന റബ്ബ് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യുക. അതിന്റെ അപ്പുറത്ത് വരുന്ന പരീക്ഷണങ്ങൾ അത് അള്ളാന്റെ ഭാഗത്തു നിന്നാണെന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ഏതായാലും ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. ഇനി തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഈ ഒരു രാവിലത്തെ സമയത്ത് തന്നെ നമുക്ക് കുറച്ചധികം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇന്നിപ്പം വിഷയം സക്കാത്തിലേക്കോ അങ്ങോട്ടേക്ക് അങ്ങനെ പോയത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുന്നതിന്റെ ഇടയിൽ ലൈലത്തുൽ ഖദറോട് കൂടിയിട്ട് ഈ 28 ജുസിയിലെ സൂറത്തുകളൊന്നും ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റബ്ബ് എളുപ്പാക്കി തരട്ടെ അല്ലെ? ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പോ വെള്ളിയാഴ്ച ദിവസമാണ് പരമാവധി എല്ലാവരും ദിക്റുകളും സലാത്തുകളും അധികരിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ മറക്കാതെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥനക്ക് ഒരുപാട് സമയം കണ്ടെത്തുക. നിസ്കാരത്തിന് മുമ്പും ശേഷവും അല്ലെ, ബാങ്ക് കൊടുത്ത ഉടനെയും എല്ലാം പ്രാർത്ഥിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്തും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം സമയം കണ്ടെത്തുക. നമ്മളെ ആവശ്യങ്ങൾ, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മൾ റബ്ബിലേക്ക് ഒരുപാട് ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ റബ്ബിനോട് പറയാം, അള്ളഹാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹ് നമ്മളെ കാര്യം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മളിലെ മനസ്സിൽ കരുതുന്നത് പോലും അള്ളാഹ് എളുപ്പാക്കി തരുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഭയങ്കര അതിശയം തോന്നും കേട്ടോ. അത് എല്ലാം റബ്ബുമായി നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്കിങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നിങ്ങനെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, ശരിക്കും അത് അനുഭവം കൊണ്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം റബ്ബുമായി തന്നെ നമ്മളെ ഹൃദയത്തെ കെട്ടിയിടുക. അള്ളാഹുമായിട്ട് ആ കണക്ഷൻ വിട്ടുപോകാതെ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രദ്ധിക്കുക. ഈ ഒരു റമദാനിലെ
നമുക്ക് അള്ളാഹു തരുന്ന സമയങ്ങൾ, അവസരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത്രയും സമയം അള്ളാഹുവെ നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹു ഞങ്ങൾ ഇവിടെ ഇരുന്നതും ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം. അള്ളാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അള്ളാഹുവെ. നിരന്തരം നിന്നെ ദിക്ർ ചെയ്തുകൊണ്ട്, നിന്നെ ദിക്റിലായി കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ വീടുകൾ എപ്പോഴും അള്ളാഹുവെ നിന്റെ ദിക്റുകൾ നിലനിർത്തുന്ന നല്ല റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള നല്ല വീടുകളാക്കി ഞങ്ങളെ വീടുകൾ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അള്ളാഹ്. ദൃഢമായ ശക്തമായ കരുത്തുള്ള ഈമാനിന്റെ ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾ മനുഷ്യരാണ്, ദുർബലരാണ്, ഒരുപാട് ദൗർബല്യങ്ങൾ ഞങ്ങളിലുണ്ട് അള്ളാഹുവേ. ആ ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലായ്പ്പോഴും നിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്നെയും നിന്റെ റസൂലിനെയും അനുസരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തഖ്വയുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന്റെ ഉന്നതമായ ദർജകൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ സ്വർഗം ലഭിക്കുന്ന ഉന്നതമായ ആ ദർജയിലേക്ക് എത്താൻ ഉതകുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല ആഫിയത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിന് നീ ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളായി പ്രയാസപ്പെടുന്ന റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെയും നീ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കഴിഞ്ഞൊരു ക്ലാസ്സില് നമ്മളിങ്ങനെ പറയുമ്പോ നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ്, നമുക്കിപ്പോ ആരോഗ്യമുണ്ട്, നമുക്കിങ്ങനെ സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ ഉള്ള കഴിവ് അള്ളാഹു ഇപ്പൊ തന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എന്നാ നമ്മൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയവർക്ക് ആ ഒരു സൗഭാഗ്യമില്ല അല്ലെ. പക്ഷെ അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സൗഭാഗ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതുപോലെ കൂട്ടത്തിൽ അതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്, പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, നമ്മളെ കൂട്ടത്തില് ഇന്നും ജീവിച്ചിരിക്കുന്നവരെന്നെ കുറെ പേരുണ്ട് ഈ ദുനിയാവിൽ എന്താന്ന് അറിയാതെ ജീവിക്കുന്ന കുറെ ആൾക്കാർ. ഇവിടെ നടക്കുന്നത് എന്താന്ന് അറിയാതെ, നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ കേൾക്കാതെ കാണാതെ ഇങ്ങനെ ഒരു അബോധാവസ്ഥയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. രോഗങ്ങൾ ഇന്ന് പല വിധത്തിലാണ്, പെട്ടെന്നാണ് സംഭവിക്കുന്നത്. സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങള്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ കിടപ്പിലായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ റമളാനാണോ നോമ്പാണോ എന്താണ് ഏതാന്ന് ഒന്നും അറിയാതെ ഇങ്ങനെ കിടപ്പിലായ രോഗികൾ ഒരുപാട് പേരുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും റമളാനിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു നൂറ് സദരി പഠിതാവ് എന്ന് പറഞ്ഞിട്ടില്ലേ ദുആ ചെയ്ത്, ഇപ്പം അവരൊക്കെ ഇപ്പൊ ഒരു അബോധാവസ്ഥയിലാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കിയാട്ടെ. ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാല് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല. അതുപോലെ എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മോൻ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും കിടക്കാണ്. സുബ്ഹാനല്ലാഹ്, എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ 9 മാസമായി. 9 മാസം ചിന്തിക്കുമ്പോ ഒരറ്റം കിട്ടുന്നില്ല. അള്ളാഹ് ഏറ്റവും ഹൈറായത് അള്ളാഹ് അവനെ എളുപ്പമാക്കി കൊടുക്കട്ടെ. ഏതാന്നൊന്നും അറിയാതെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണു തുറക്കും. അങ്ങനെ എത്ര രോഗികളാണെന്നറിയോ ഹോസ്പിറ്റലും വീട്ടിലും ഒക്കെ കിടക്കുന്നത്. അതിനിടയിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ ചിന്തിക്കുക. അൽഹംദുലില്ലാഹ്, നമുക്കിപ്പോ നമ്മളെ നാവുകൾ ഇങ്ങനെ ചലിപ്പിക്കാൻ, അള്ളാന്റെ കലാമ് പാരായണം ചെയ്യാൻ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, എത്ര വലിയ അനുഗ്രഹം നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ളതല്ലേ. എന്നിട്ടാ നമ്മളെ സമയം നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല, പാഴാക്കി കളയല്ലേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് പ്രത്യേകം ദുആകളിൽ അങ്ങനെയുള്ളവരെ ഓർമ്മിക്കുക. അതായത് ഇപ്പൊ നോമ്പായിട്ട് നോമ്പെടുക്കാൻ കഴിയാണ്ട് പ്രയാസപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ നമ്മളെ കൂട്ടത്തിൽ തന്നെ. നോമ്പായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം നോമ്പെടുക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടാവില്ലേ. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം.
ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് സഹോദരിമാരുണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. അല്ലാഹുവേ, അവർക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെല്ലാം ഓർമ്മിക്കുക, എല്ലാരും ഓർമ്മിക്കുക. നിങ്ങൾക്ക് അറിയുന്നവരെ പേരെടുത്ത് പറഞ്ഞ് ദുആ ചെയ്യുക, അറിയാത്തവരെ പേര് പറയാതെ തന്നെ പ്രത്യേകം ഇങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യുക. നമുക്കിപ്പോ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അതാണ്. അല്ലെ, അവർക്ക് ഇന്ന് അമലുകൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു അല്ലെ അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മള് ആരോഗ്യമുള്ള ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു പക്ഷേ അല്ലെ രോഗിയായി കിടപ്പിലായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും അള്ളാഹു പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് അള്ളാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അല്ലെ, അതാണ് രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ അൽഹംദുലില്ലാ നമ്മളിപ്പോ എത്ര ആരോഗ്യവാന്മാരാണ് അല്ലെ. നമുക്കിങ്ങനെ നാവ് ചലിപ്പിക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് റബ്ബിനെ സ്തുതിക്കാൻ പറ്റുന്നില്ലേ? അൽഹംദുലില്ലാ. അപ്പൊ അത് നമ്മൾ പരമാവധി ഈ അനുഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. നമുക്ക് കാലുകൾക്ക് ഇപ്പൊ നിൽക്കാനും ഇല്ലെ ഇരിക്കാനും നടക്കാനും ഒക്കെ അള്ളാഹ് തൗഫീഖ് നൽകുന്ന രാത്രി നമസ്കാരങ്ങൾ കുറച്ച് ദീർഘമായി നിന്ന് തന്നെ ധാരാളമായി ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ പറ്റുന്നവർ നിസ്കരിക്കുക. ഉറങ്ങി തീർക്കാതെ, റമളാൻ ഉറങ്ങി തീർക്കാതെ അള്ളാന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് പരമാവധി നമ്മൾ കൊട്ടയിലേക്ക് വാരിക്കൂട്ടുക. എന്നാ ഉറങ്ങണം കേട്ടോ, ഉറങ്ങാതിരിക്കാനും പാടില്ല. തീരെ ഉറങ്ങാതിരിക്കുമ്പോ ശരീരം ക്ഷീണിക്കുമ്പോ നമുക്ക് വേണ്ടത്ര ഇബാദത്ത് ചെയ്യാൻ പറ്റാണ്ടാവും. ഇപ്പൊ പകൽ സമയത്ത് ഇത്തിരി സമയം ഉറങ്ങാം, രാത്രിയും ഉറങ്ങാം. എന്നിട്ട് അവസാനത്തെ 10 നല്ല എനർജറ്റിക് ആയിട്ട് രാത്രി ഫുൾ ഉറങ്ങാണ്ട് കഴിച്ചു കൂട്ടാനുള്ള ഒരു ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആവശ്യത്തിന് നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇതൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദുആ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥ അല്ലെ, നമ്മൾ അൽഹംദുലില്ലാ എത്രയോ വലിയ അനുഗ്രഹത്തിലാന്നുള്ളത്. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന് അള്ളാഹ്ക്ക് എപ്പോഴും ശുക്ർ ചെയ്യുക. അതോടൊപ്പം ഈ പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ ഓർമ്മിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ റഹ്മാനായ റബ്ബേ നീക്കി കൊടുക്കണേ റബ്ബേ. അതിലൂടെ നീ എന്താണോ ഹൈർ ഉദ്ദേശിക്കുന്ന ആ ഹൈർ അവർക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും വരും തലമുറകൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിന്റെ വേണ്ടാത്തരങ്ങൾ ഒരുപാടുണ്ട്, പൈശാചികമായ ഒരുപാട് തിന്മകൾ. അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മുടെ മക്കളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും കുടുംബങ്ങളിൽ നീ ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നീ സൗഖ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നീ ഈമാനും ഇഖ്ലാസും തഖ്വയും നിലനിർത്തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് കുടുംബത്തോടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നന്മയായ എന്തെല്ലാം കാര്യങ്ങൾ നീ പഠിപ്പിച്ചു തന്നുവോ അതെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. തിന്മയായ എന്തെല്ലാം കാര്യങ്ങൾ നീ വിരോധിച്ചുവോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടു നിൽക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം എപ്പോഴും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ സംരക്ഷണവും നിന്റെ തൗഫീഖും ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധ റമദാൻ വളരെ എന്താ പറയാ പെട്ടെന്ന് പോകും. ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും ഇന്നത്തെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് സമയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കണ്ണുകളും കാതുകളും നാവും ഹൃദയവും വയറും എല്ലാം നിനക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്ക് നീ ഒരു വീട് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ കടബാധ്യതകൾ കുന്നോളം മലയോളം കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. നിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. എന്താ പറയാ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്നു മുതൽ നീ നൽകിക്കൊണ്ടിരിക്കുന്നു. അതൊരിക്കലും തീർന്നു പോകൂല. നമുക്കറിയാം അള്ളാഹുവെ, നിന്റെ ഖജനാവിൽ അത്രയും ഉണ്ട് അള്ളാഹുവെ. എല്ലാ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ.
എല്ലാവർക്കും നീ സമാധാനവും സന്തോഷവും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു തന്ന, നന്മയുടെ വഴിയിൽ ഞങ്ങളെ നടത്തിയ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഓരോ ആളുകൾക്കും അള്ളാഹുവെ അവർക്ക് അർഹമായ പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ നേരിന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന, ഞങ്ങളെ നന്മയിലേക്ക് എത്തിച്ചു തന്ന ഞങ്ങളുടെ ഗുരുക്കന്മാർ ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഞങ്ങൾ അതിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹു അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും റഹ്മാനായ റബ്ബേ നീ കബറിടം വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് എപ്പോഴും സ്വർഗം കണ്ടുകൊണ്ടിരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിന് കാരണമാകുന്ന എന്തെങ്കിലും പാപങ്ങൾ അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അവർക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ നരകത്തിൽ നിന്ന് നീ സംരക്ഷിക്കണേ റഹ്മാനെ. സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന ഈ റഹ്മത്തിന്റെ ഈ ഒരു റമദാൻ മാസത്തിൽ അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്നും നാഥാ ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടെ നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك